ഹലോ, ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിനെ ഇയറുന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിൾ പാരായണത്തിന് ജെഫ് കെവിൻസിന്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് ഉപയോഗിക്കുന്നത്. ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്ക് തുടങ്ങാം. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 31. ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ: പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 6-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 48. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. പുറപ്പാട് അധ്യായം 8. കർത്താവ് മോശയോട് കൽപ്പിച്ചു, അഹ്റോനോട് പറയുക, അവരുടെ ജലപ്രവാഹങ്ങളുടെയും നദികളുടെയും കുളങ്ങളുടെയും മേൽ വടിയോടൊപ്പം നിന്റെ കൈ നീട്ടുക. ഈജിപ്ത് ദേശത്ത് തവളകൾ കയറാനിടയാക്കുക. ഈജിപ്തിലെ ജലത്തിന്മേൽ അഹ്റോൻ തന്റെ കൈ നീട്ടി. അപ്പോൾ തവള കയറി ഈജിപ്ത് ദേശം മൂടി. തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ ആഭിചാരകരും അങ്ങനെ തന്നെ ചെയ്തു. അവർ ഈജിപ്ത് ദേശത്ത് തവളകൾ കയറാനിടയാക്കി. അപ്പോൾ ഫറവോ മോശയെയും അഹ്റോനെയും വിളിച്ചു പറഞ്ഞു, എന്നിൽ നിന്നും എൻ്റെ ജനത്തിൽ നിന്നും തവളകളെ അകറ്റിക്കളയുന്നതിന് കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുവിൻ. കർത്താവിന് ബലിയർപ്പിക്കാൻ ജനത്തെ ഞാൻ വിട്ടയക്കാം. മോശ ഫറവോയോട് പറഞ്ഞു, നീ എന്നോട് തെളിച്ചു പറയുക. തവളകളെ നിന്നിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അകറ്റാൻ നിനക്കും സേവകർക്കും ജനത്തിനും വേണ്ടി ഞാൻ എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്? അവ നദിയിൽ മാത്രം ശേഷിച്ചുകൊള്ളും. അവൻ പറഞ്ഞു, നാളെ തന്നെ, നിന്റെ വാക്കുപോലെ എന്ന് അവൻ പ്രത്യുത്തരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ പോലെ മറ്റാരുമില്ലെന്ന് അതുമൂലം നീ അറിയും. തവളകൾ നിന്നിൽ നിന്നും നിന്റെ വീടുകളിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും അകന്നു മാറും. അവ നദിയിൽ മാത്രം ശേഷിക്കും. മോശയും അഹ്റോനും ഫറവോയുടെ അടുത്തു നിന്ന് ഇറങ്ങിപ്പോയി. ഫറവോയ്ക്കെതിരെ കർത്താവ് വിട്ടിരുന്ന തവളകളെ പ്രതി മോശ അവിടുത്തോട് നിലവിളിച്ചു. മോശയുടെ അഭ്യർത്ഥന പോലെ കർത്താവ് പ്രവർത്തിച്ചു. വീടുകളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും വയലുകളിൽ നിന്നും തവളകൾ ചത്തൊടുങ്ങി. അവർ അവയെ കൂനകളായി കൂട്ടി നാട് ദുർഗന്ധം വമിച്ചു. സ്വൈരം കൈവന്നു എന്ന് കണ്ടപ്പോൾ കർത്താവ് പ്രസ്താവിച്ചിരുന്നതുപോലെ ഫറവോ ഹൃദയം കഠിനമാക്കി. അവൻ അവരെ ശ്രവിച്ചതുമില്ല. കർത്താവ് മോശയോട് ആജ്ഞാപിച്ചു, അഹ്റോനോട് പറയുക, നിന്റെ വടി നീട്ടി നിലത്തെ പൂഴിയിലടിക്കുക. അപ്പോൾ അത് ഈജിപ്ത് നാട്ടിലാകെ പേനായിത്തീരും. അവർ അങ്ങനെ ചെയ്തു. അഹ്റോൻ തന്റെ കൈ നീട്ടി വടികൊണ്ട് നിലത്തെ പൂഴിയിൽ അടിച്ചു. അത് മനുഷ്യരിലും മൃഗങ്ങളിലും പേനായി മാറി. ഈജിപ്ത് നാട്ടിലെങ്ങും നിലത്തെ പൂഴി മുഴുവൻ പേനായി മാറി. ആഭിചാരകരും തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ പേൻ പുറപ്പെടുവിക്കുന്നതിന് അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ അവർക്ക് സാധിച്ചില്ല. മനുഷ്യനിലും മൃഗത്തിലും പേനുണ്ടായിരുന്നു. അപ്പോൾ ആഭിചാരകർ ഫറവോയോട് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ വിരലാണ്. എന്നാൽ കർത്താവ് പ്രസ്താവിച്ചിരുന്നതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അവൻ അവരെ ശ്രവിച്ചില്ല. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീ അതിരാവിലെ എഴുന്നേറ്റ് ഫറവോയുടെ മുമ്പിൽ നിലയുറപ്പിക്കണം. ഇതാ അവൻ ജലാശയത്തിലേക്ക് പുറപ്പെടുന്നു. നീ അവനോട് പറയണം, കർത്താവ് ഇങ്ങനെ പറയുന്നു, എന്നെ ശുശ്രൂഷിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. എൻ്റെ ജനത്തെ നീ വിട്ടയക്കാത്ത പക്ഷം ഇതാ ഞാൻ നിന്റെയും നിന്റെ സേവകരുടെയും ജനത്തിൻ്റെയും ഭവനങ്ങളുടെയും മേൽ ഈച്ചക്കൂട്ടത്തെ അയക്കും. ഈജിപ്തുകാരുടെ ഭവനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന മണ്ണുപോലും ഈച്ച കൊണ്ട് നിറയും. എന്നാൽ എൻ്റെ ജനം സന്നിഹിതരായിരിക്കുന്ന ഗോഷൻ നാടിനെ അവിടെ ഈച്ച ഉണ്ടാകാത്ത വിധം ആ ദിവസം ഞാൻ ഒഴിവാക്കി നിർത്തും. ഭൂമധ്യേ ഞാനാണ് കർത്താവെന്ന് അതുമൂലം നീ അറിയും. എൻ്റെ ജനത്തിനും നിന്റെ ജനത്തിനുമിടയിൽ ഒരു വേർതിരിവ് ഞാൻ വയ്ക്കും. നാളെ തന്നെ ഈ അടയാളമുണ്ടാകും. കർത്താവ് അങ്ങനെ പ്രവർത്തിച്ചു. ഫറവോയുടെ വീട്ടിലും അവൻ്റെ സേവകരുടെ വീട്ടിലും ഈജിപ്ത് നാടെങ്ങും കനത്ത ഈച്ചക്കൂട്ടം വന്നു ചേർന്നു. ഈച്ചക്കൂട്ടത്താൽ നാട് വലഞ്ഞു. അപ്പോൾ മോശയെയും അഹ്റോനെയും വിളിച്ച് ഫറവോ പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവത്തിന് നാട്ടിൽ തന്നെ ബലിയർപ്പിക്കുക. മോശ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കളാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങൾ ബലിയർപ്പിക്കുന്നത്. നോക്കൂ, ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കൾ അവരുടെ മുമ്പിൽ ബലിയർപ്പിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലേ? അതിനാൽ ഞങ്ങൾ മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി നടന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് കൽപ്പിക്കുന്ന അനുസരിച്ച് അവിടത്തേക്ക് ബലിയർപ്പിക്കട്ടെ. അപ്പോൾ ഫറവോ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് മരുഭൂമിയിൽ ബലിയർപ്പിക്കാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം. നിങ്ങൾ വളരെ അകലേക്ക് പോകരുതെന്ന് മാത്രം എനിക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുവിൻ. മോശ പറഞ്ഞു, ഇതാ ഞാൻ നിന്റെ അടുത്തു നിന്ന് പുറപ്പെടുകയാണ്. ഞാൻ കർത്താവിനോട് അപേക്ഷിക്കും. നാളെ ഫറവോയിൽ നിന്നും അവൻ്റെ സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചക്കൂട്ടം അകന്നുപോയിരിക്കും. കർത്താവിന് ബലിയർപ്പിക്കാൻ ജനത്തെ വിട്ടയക്കാതെ ഫറവോ വഞ്ചിക്കുന്നത് ആവർത്തിക്കാതിരുന്നാൽ മതി.
മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പുറത്തുപോയി കർത്താവിനോട് അപേക്ഷിച്ചു. മോശയുടെ അഭ്യർത്ഥന പോലെ കർത്താവ് പ്രവർത്തിച്ചു. ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചക്കൂട്ടം അകന്നുമാറി. ഒരെണ്ണവും അവശേഷിച്ചില്ല. എന്നാൽ ഫറവോ ഇപ്രാവശ്യവും ഹൃദയം കഠിനമാക്കി. അവൻ ജനത്തെ വിട്ടയച്ചില്ല. ലേവ്യർ അധ്യായം 6. കർത്താവ് മോശയോട് പറഞ്ഞു, അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും നീ ഇപ്രകാരം കൽപ്പിക്കുക. ഹോമയാഗത്തിനുള്ള നിയമം ഇതാകുന്നു. ബലിപീഠത്തിന്മേലുള്ള അഗ്നികുണ്ഡത്തിൽ ഹോമവസ്തു രാത്രി മുഴുവൻ പ്രഭാതം വരെ ഉണ്ടായിരിക്കണം. ബലിപീഠത്തിൻ്റെ അഗ്നി അതിൽ എരിഞ്ഞുകൊണ്ടിരിക്കണം. പുരോഹിതൻ ചണം കൊണ്ടുള്ള വസ്ത്രം ധരിക്കണം. അവൻ തൻ്റെ ശരീരത്തിൽ ചണത്തിൻ്റെ കാൽശരായികൾ ധരിക്കണം. ബലിപീഠത്തിലെ ഹോമവസ്തു അഗ്നിയിൽ ദഹിച്ചുണ്ടായ ചാരം കോരിയെടുത്ത് അവൻ ബലിപീഠത്തിനരികിലിടണം. അതിനുശേഷം അവൻ തൻ്റെ വസ്ത്രങ്ങൾ മാറി വേറെ വസ്ത്രങ്ങൾ ധരിക്കണം. പാളയത്തിന് വെളിയിൽ ശുദ്ധിയുള്ള സ്ഥലത്തേക്ക് അവൻ നെയ്ച്ചാരം നീക്കം ചെയ്യണം. ബലിപീഠത്തിന്മേൽ അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കണം, അത് അണഞ്ഞു പോകരുത്. പ്രഭാതം തോറും പുരോഹിതൻ അതിന്മേൽ വിറക് കത്തിക്കണം. അവൻ അതിന്മേൽ ഹോമയാഗവസ്തു സജ്ജീകരിക്കുകയും സമാധാന ബലിമൃഗങ്ങളുടെ മേധസ്സുകൾ അതിന്മേൽ ധൂമിക്കുകയും വേണം. ബലിപീഠത്തിൽ അഗ്നി നിരന്തരം എരിയണം, അത് അണയാൻ പാടില്ല. ധാന്യയാഗത്തിനുള്ള നിയമം ഇതാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ബലിപീഠമുഖത്ത് അഹ്റോന്റെ പുത്രന്മാർ അതർപ്പിക്കണം. ധാന്യയാഗത്തിനുള്ള നേരിയ മാവിൽ നിന്നും അതിൻ്റെ എണ്ണയിൽ നിന്നും ധാന്യയാഗത്തിന്മേലുള്ള കുന്തിരുക്കം മുഴുവനോടും കൂടെ അവൻ അതിൽ നിന്ന് തൻ്റെ കൈപ്പിടിയിൽ വാരിയെടുത്ത് കർത്താവിന് അതിൻ്റെ സ്മരണാംശമായി പ്രസാദകരമായ സൗരഭ്യമായി ബലിപീഠത്തിന്മേൽ ധൂമിക്കണം. അതിൽ നിന്ന് ശേഷിക്കുന്നത് അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും ഭക്ഷിക്കാം. വിശുദ്ധമായൊരു സ്ഥലത്ത് വെച്ച് പുളിപ്പില്ലാത്തതായി അത് ഭക്ഷിക്കപ്പെടണം. സമാഗമ കൂടാരാങ്കണത്തിൽ വെച്ചാണ് അവർ അത് ഭക്ഷിക്കേണ്ടത്. അത് പുളിപ്പുള്ളതായി ചുടരുത്. അത് അവരുടെ ഓഹരിയായി എനിക്കുള്ള അഗ്നിസമർപ്പണങ്ങളിൽ നിന്ന് ഞാൻ കൊടുത്തതാണ്. അത് പാപമുക്തിയാഗം പോലെയും പ്രായശ്ചിത്തയാഗം പോലെയും അതിവിശുദ്ധ വസ്തുവാണ്. അഹ്റോന്റെ മക്കളിൽ ഓരോ പുരുഷനും അത് ഭക്ഷിക്കാം. കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ തലമുറയ്ക്കുള്ള ശാശ്വത ചട്ടമാണിത്. അവയെ സ്പർശിക്കുന്ന ഓരോ വ്യക്തിയും വിശുദ്ധിയുള്ളവനായിരിക്കണം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, ഇതാണ് അഹ്റോന്റെയും അവൻ്റെ പുത്രന്മാരുടെയും കാണിക്ക. അവൻ അഭിഷിക്തനാകുന്ന ദിവസം അവർ കർത്താവിന് കാഴ്ചവെക്കുന്നത് 10 ഏഫാ നേരിയ മാവായിരിക്കണം. പതിവ് ധാന്യയാഗമായി പകുതി രാവിലെയും പകുതി വൈകുന്നേരവും. വറചട്ടിയിൽ എണ്ണയിൽ കുഴച്ചുണ്ടാക്കി അത് നീ കൊണ്ടുവരണം. പാകം ചെയ്ത ധാന്യയാഗ കഷണങ്ങൾ കർത്താവിന് സുരഭില പരിമളമായി സമർപ്പിക്കണം. അവൻ്റെ പുത്രന്മാരിൽ നിന്ന് മഹാപുരോഹിതന്റെ സ്ഥാനത്ത് അഭിഷിക്തനായ പുരോഹിതൻ അത് കർത്താവിൻ്റെ ശാശ്വത ചട്ടമായി നിർവഹിക്കണം. അത് സമ്പൂർണമായി ധൂമിക്കപ്പെടണം. പുരോഹിതന്റെ ഓരോ ധാന്യയാഗവും സമ്പൂർണമായിരിക്കണം, അത് ഭക്ഷിക്കപ്പെടരുത്. കർത്താവ് മോശയോട് പറഞ്ഞു, അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും നീ ഇപ്രകാരം സംസാരിക്കുക. പാപമുക്തിയാഗത്തിൻ്റെ നിയമം ഇതാണ്. കർത്തൃസന്നിധിയിൽ ഹോമയാഗമൃഗം അറക്കപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് പാപമുക്തിക്കുള്ള യാഗമൃഗവും അറക്കപ്പെടേണ്ടത്. അത് അതിവിശുദ്ധ വസ്തുവാണ്. അതിനെ പാപമുക്തിയാഗമായി സമർപ്പിച്ച പുരോഹിതൻ അത് ഭക്ഷിക്കണം. സമാഗമ കൂടാരാങ്കണത്തിൽ വിശുദ്ധമായൊരു സ്ഥലത്ത് വെച്ചാണ് അത് ഭക്ഷിക്കപ്പെടേണ്ടത്. അതിൻ്റെ മാംസത്തിൽ തൊടുന്ന ഓരോ വ്യക്തിയും വിശുദ്ധിയുള്ളവനായിരിക്കണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് വസ്ത്രത്തിന്മേൽ തെറിച്ചാൽ അതിന്മേൽ തെറിച്ചത് വിശുദ്ധമായൊരു സ്ഥലത്ത് വെച്ച് നീ കഴുകണം. അത് പുഴുങ്ങാൻ ഉപയോഗിച്ച മൺപാത്രം ഉടയ്ക്കപ്പെടണം. പുഴുങ്ങിയത് പിച്ചളപാത്രത്തിലാണെങ്കിൽ അത് തേച്ച് വെള്ളം കൊണ്ട് നന്നായി കഴുകപ്പെടണം. പുരോഹിത കുടുംബത്തിലെ ഓരോ പുരുഷനും അത് ഭക്ഷിക്കാം. അത് അതിവിശുദ്ധ വസ്തുവാണ്. എന്നാൽ പാപപരിഹാരത്തിനായി വിശുദ്ധ സ്ഥലത്ത് സമാഗമ കൂടാരത്തിലേക്ക് രക്തത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പാപമുക്തിക്കുള്ള യാഗമൃഗം ഭക്ഷിക്കപ്പെടരുത്. അത് അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടണം. സങ്കീർത്തനങ്ങൾ 48. ഒരു ഗാനം, കോരഹ്യരുടെ കീർത്തനം. കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യനുമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിലാണ് അവിടുത്തെ വിശുദ്ധഗിരി. ഉയർന്ന് മനോഹരമായ അത് ഭൂമി മുഴുവൻ്റെയും ആനന്ദമാണ്. ഉത്തരോപാന്തത്തിലെ സിയോൻ മല മഹാരാജാവിൻ്റെ നഗരമാണ്. അതിൻ്റെ സൗധങ്ങളിൽ ദൈവം കോട്ടയായി അറിയപ്പെടുന്നു. അതിനാൽ ഇതാ രാജാക്കന്മാർ സമ്മേളിച്ച് ഒരുമിച്ച് മുന്നേറി. അവർ കണ്ടപാടെ ഭയവിവശരായി പരിഭ്രാന്തരായി പിന്തിരിഞ്ഞോടുകയും ചെയ്തു. അവിടെ ഭീതി അവരെ ഗ്രസിച്ചു, പ്രസവിക്കുന്നവരുടേതുപോലുള്ള വേദന. കിഴക്കൻ കാറ്റിനാൽ അങ്ങ് താർഷീഷ് കപ്പലുകളെ തകർത്തു. നാം കേട്ടിരുന്നതുപോലെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നഗരത്തിൽ നാം കണ്ടു. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ തന്നെ ദൈവം അതിനെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ആലയത്തിനുള്ളിൽ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിച്ചു. ദൈവമേ, അങ്ങയുടെ നാമം പോലെ തന്നെ അങ്ങയുടെ സ്തുതിയും ഭൂമിയുടെ അതിരുകളോളമാണ്. അങ്ങയുടെ വലം കൈ നീതി നിറഞ്ഞതാണ്.
അങ്ങയുടെ ന്യായവിധികൾ മൂലം സിയോൻ മല സന്തോഷിക്കട്ടെ, യൂദായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ. സിയോന് വലം വെക്കുവിൻ, അതിന് പ്രദക്ഷിണം വെക്കുവിൻ, അതിൻ്റെ ഗോപുരങ്ങളുണ്ടുവിൻ. വരും തലമുറയോട് വിവരിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളിൽ മനസ്സിരുത്തുവിൻ. അതിൻ്റെ സൗധങ്ങൾ നടന്നു കാണുവിൻ. തീർച്ചയായും അവിടുന്നാണ് ദൈവം, എന്നും എന്നേക്കും നമ്മുടെ ദൈവം. അവിടുന്ന് നമ്മെ മരണം വരെയും നയിക്കും. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ ഈ വചന വായന തുടരാനും നിങ്ങളോടൊപ്പം വായിക്കാനും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളെങ്കിലും അതിൽ നിന്ന് വിശദീകരിക്കാനും ദൈവം എനിക്ക് തരുന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദിയുള്ള ഒരാളാണ്. നിങ്ങളെല്ലാം ഓർത്ത് ഞാൻ നമ്മുടെ നല്ല കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ദിവസം 31. വളരെ ശക്തമായ ചില പ്രമേയങ്ങൾ നാം വായിച്ചു. ദൈവനീതിയെ അനുസരിക്കാതെ ഹൃദയം കഠിനമാക്കുന്ന ഫറവോയ്ക്കെതിരായിട്ടുള്ള ദൈവത്തിൻ്റെ ശിക്ഷാവിധിയാണ് തുടർന്ന് നാം വായിക്കുന്ന 10 മഹാമാരികൾ. പുറപ്പാട് പുസ്തകത്തിൻ്റെ 12:12 സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 33:4 ഈ മഹാമാരികളെ ശരിയായി മനസ്സിലാക്കുന്നതിനുള്ള ഒരു സൂചനയും തുമ്പും നമുക്ക് ലഭിക്കുന്നുണ്ട്. മഹാമാരികൾ ഈജിപ്തിലെ ദേവന്മാർക്കെതിരെയുള്ള യഹോവയുടെ ശിക്ഷാവിധിയായിരുന്നു. നൈലിൻ്റെ ദേവനായിരുന്ന ഹാപ്പി, HAPI, ഹാപ്പി, തവളയുടെ രൂപവും മനുഷ്യരൂപവുമുള്ള ഫെർട്ടിലിറ്റി കൾട്ടിൻ്റെ ദേവതയായിരുന്ന ഹെക്കറ്റ്, HEKHET, ഹെക്കറ്റ് തുടങ്ങി 10 മഹാമാരികളും ആ മഹാമാരികൾ പ്രതിനിധാനം ചെയ്യുന്ന ദേവതകൾക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ദണ്ഡനങ്ങളായിരുന്നു. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, എന്തിന്? ദൈവം തൻ്റെ പേര് മോശയോട് വെളിപ്പെടുത്തുമ്പോൾ ദൈവം തൻ്റെ നാമം വെളിപ്പെടുത്തിയത് ഐ ആം ഹു ഐ ആം എന്നാണ്. ഞാൻ ആകുന്നവൻ ആകുന്നു എന്നാണ്. ഞാൻ ആകുന്നവൻ. അതിൻ്റെ വ്യാഖ്യാനം ഞാൻ മാത്രമാണ് ആകുന്നവൻ, ഐ ആം, ഞാൻ മാത്രമാണ് നിലനിൽക്കുന്നവൻ, ഞാൻ മാത്രമാണ് ദൈവം. അതിൻ്റെ അർത്ഥം ഈജിപ്തിലെ ദേവന്മാർ ആം നോട്ട്, ആർ നോട്ട്, ദേ ആർ നോൺ എക്സിസ്റ്റൻ്റ്, അവർ ദൈവമല്ല എന്നാണ്. ഈജിപ്തിൽ നിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവരുന്നതിനേക്കാൾ ദൈവമായ കർത്താവിന് ശ്രമകരമായിരുന്നു ഈജിപ്തിനെ ജനത്തിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു കളയുക എന്നത്. കാരണം 10 തലമുറകളായി 4 നൂറ്റാണ്ടുകളായി ഈ വിജാതീയരുടെ ഇടയിൽ ജീവിച്ചിരുന്നവരുടെ ഹൃദയത്തിൽ വിജാതീയ ദേവന്മാരും വിജാതീയ ദേവന്മാരോടനുബന്ധമായ വിശ്വാസങ്ങളും ആഴത്തിൽ വേരുറപ്പിക്കപ്പെട്ടിരുന്നു. ഈജിപ്തിലെ ദേവന്മാരെ അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ദൈവത്തിൻ്റെ ആദ്യത്തെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈജിപ്തിലെ ദേവന്മാരുടെ വ്യർത്ഥതയും നിസ്സഹായതയും പതനവും ഈ മഹാമാരികളിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുക എന്നത്. 7-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. ഞാനാണ് കർത്താവെന്ന്, ഞാനാണ് യഹോവയെന്ന് ഇതിനാൽ നീ മനസ്സിലാക്കും. നൈൽ നദി രക്തമയമായി മാറുന്നത് വഴി നദിയിലെറിയപ്പെട്ട് മരണത്തിന് കീഴടങ്ങിയ നിഷ്കളങ്ക ബാല്യങ്ങളുടെ നിരപരാധ രക്തത്തിൻ്റെ നിലവിളികൾ ഈജിപ്തുകാരുടെ ശിരസിൽ, അവരുടെ ശിരസിൻ്റെ മുകളിൽ ഒരു ശിക്ഷാവിധിയുടെ വാളായി നിലനിൽക്കുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ദൈവം നടത്തുന്നുണ്ട്. 1-ാമത്തെയും 2-ാമത്തെയും മഹാമാരികൾക്കിടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, 7 ദിവസത്തെ ഇടവേളയുണ്ട്. 1-ാമത്തെയും 2-ാമത്തെയും മഹാമാരികൾക്കിടയിൽ 7 ദിവസത്തെ ഇടവേളയുണ്ട്. ഓരോ 7-ാം ദിവസവും എന്തായിരുന്നു? ഓരോ 7-ാം ദിവസവും സാബത്തായിരുന്നു. ഈ സൂചന വഴി നാം ഗ്രഹിക്കേണ്ട ഒരു സത്യം, മഹാമാരികളെല്ലാം നിറവേറിയത് ഓരോ സാബത്ത് ദിവസത്തിലുമായിരുന്നു എന്നതാണ്. എന്തായിരുന്നു സാബത്ത്? വിശ്രമിക്കാനും ആരാധിക്കാനും, ടു ടേക്ക് റെസ്റ്റ് ആൻഡ് ടു വർഷിപ്പ്. വിശ്രമിക്കാനും ആരാധിക്കാനും ഇസ്രായേലിയർക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട സാബത്ത്, ഈ ആരാധനയ്ക്കുള്ള അവകാശവും സ്വാതന്ത്ര്യവും നൽകാനായിരുന്നു ഫറവോ വിസമ്മതിച്ചത്. നൈൽ നദിയുടെ മേലുള്ള പ്രഹരം ഈജിപ്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ മേലുള്ള പ്രഹരമായിരുന്നു. ആരാധിക്കുക എന്നത് ജോലി ചെയ്യുക എന്നതിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കപ്പെടേണ്ടതാണ്. അപ്പോഴാണ് സാമ്പത്തിക അനുഗ്രഹമുണ്ടാവുക എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു സാബത്ത് ദിനങ്ങളിൽ നിറവേറിയ ഈ ശക്തമായ പ്രഹരങ്ങൾ. ദൈവാരാധന തടയുകയോ മുടക്കുകയോ നടത്താതിരിക്കുകയോ, ശ്രദ്ധിച്ചോ, ദൈവാരാധന തടയുകയോ മുടക്കുകയോ നടത്താതിരിക്കുകയോ ചെയ്യുന്നതിൻ്റെ ഗൗരവം വിളിച്ചറിയിക്കുന്നതായിരുന്നു ഈജിപ്തിൻ്റെ മേലുയർന്ന ദൈവത്തിൻ്റെ കരവും അതിനെ തുടർന്നുണ്ടായ മഹാമാരികൾ. ആരാധനയേക്കാൾ വില ജോലിക്കും, ആരാധിക്കുക എന്നതിനേക്കാൾ ജോലി ചെയ്യുക എന്നതിന് പ്രാധാന്യവും നൽകിപ്പോയ ഞങ്ങളുടെ ജീവിതങ്ങളെ ഓർത്ത് കർത്താവേ, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുകയാണ്. ആരാധനയുടെ വിലയാണ് ബൈബിളിലെ ഓരോ അധ്യായവും ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തിയിൽ ഞങ്ങൾ കണ്ടിരുന്നു, ഞങ്ങളെ അങ്ങ് സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടിയാണ്. പുറപ്പാടിൽ ഞങ്ങൾ കാണുകയാണ്, അങ്ങ് ഞങ്ങളെ വിമോചിപ്പിക്കുന്നത് ആരാധിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആരാധനയാണ്. ഞങ്ങളുടെ ജീവിതം തന്നെ ആരാധനയാവണം.
കർത്താവെ, അതിനുള്ള കൃപ ഈ ദിവസം ഞങ്ങൾ അങ്ങയോട് യാചിക്കുകയാണ്. ഞായറാഴ്ച ആചരണം, ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വന്നുപോയ ഒരുപാട് വീഴ്ചകളെ ഗൗരവമായി ഞങ്ങൾ തിരിച്ചറിയുന്നു, മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓർക്കണം, യു നീഡ് സം റെസ്റ്റ് ആൻഡ് യു നീഡ് സം ടൈം ടു വർഷിപ്പ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം തന്ന ഈ ചിന്തകൾക്ക് നമുക്ക് നന്ദി പറയാം. അനുഗ്രഹപൂർണമായ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഈ വചനശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവ് യേശു മിശിഹായെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആശംസിക്കുന്നു. ഞാൻ ഡാനിയേൽ അച്ചൻ. മഹത്വം ഈശോയ്ക്ക് മാത്രം. ബൈ ബൈ. ഗോഡ് ബ്ലസ് യു.